ഹായ് ഓൾ, ഇതൊരു ന്യൂ ഇയർ വ്ളോഗാണ്. അതായത് ഡിസംബർ 31 ഈവനിങ് തൊട്ട് ന്യൂ ഇയർ സെലിബ്രേഷൻ വരെയുള്ള വ്ളോഗാണ്. ഇപ്രാവശ്യം ഞാൻ എൻ്റെ ഫാമിലീനെ സർപ്രൈസ് ചെയ്യിക്കാൻ കുറച്ച് ഗിഫ്റ്റ്സൊക്കെ റാപ്പ് ചെയ്തിട്ടുണ്ട്. വൈകുന്നേരം തന്നെ ഫാൻസി പോയിട്ട് അതൊക്കെ ചെയ്തു വെച്ചു. അതിന് ശേഷം ഞാൻ ഒരു ചായ കുടിക്കാൻ വേണ്ടി പുറത്തിറങ്ങി. അപ്പം അവിടെ കുറേ സ്നാക്സ് ഉണ്ടായിരുന്നു. ഇതൊരു സ്ഥിരം സ്പോട്ടാണ് തലശ്ശേരിയിൽ. അവിടുന്ന് 2 കലമാസും പിന്നെ ഒരു ചിക്കൻ്റെ ഒരു ഐറ്റം വാങ്ങി. പിന്നെ ചായയും കുടിച്ചു. അതിനുശേഷം എന്തോ ഒരു വിശപ്പ് മാറാത്ത പോലെ അപ്പോൾ നമ്മളൊരു ഫ്രൈഡ് റൈസ് കൂടി ഓർഡർ ചെയ്തു. ഇത് നല്ല ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഉള്ളൊരു ഫ്രൈഡ് റൈസാണ്. അറൗണ്ട് 150 സംതിങ് ആണ് അതിന് റേറ്റ് വരുന്നത്. അപ്പം അത് 3 പേരാണ് ഷെയറിട്ട് കഴിച്ചത്. എന്നിട്ട് ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ട്, നിങ്ങൾക്ക് കാണാം. എന്നിട്ട് നല്ല ടേസ്റ്റി ആയിരുന്നു ആക്ച്വലി. അതിന് ശേഷം നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. അവിടെ കുറച്ച് ട്രാഫിക്കൊക്കെ ഉണ്ട്. ഏതായാലും ഇവിടുത്തെ വൈബൊക്കെ കാണാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. നമ്മൾ പോകുന്ന വഴിക്ക് നമ്മൾ നാട്ടിൽ തന്നെ ഒരു ന്യൂ ഇയർ പരിപാടി ഉണ്ട്. ആ സ്പോട്ടൊക്കെ നോക്കി വെച്ചു. അവിടെയൊക്കെ കസരൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ചാലഞ്ചിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു ഡേറ്റ്സ് ക്യാരറ്റ് പുഡിങ് കേക്ക്. അതിപ്പം മുറിക്കുന്നില്ല, കുറച്ച് കഴിഞ്ഞിട്ട് ന്യൂ ഇയർ ആഘോഷിക്കും മുറിക്കുക. ഇപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഡിന്നർ. എന്താ പറയണ്ടത്, കല്ലുമ്മക്കായ നിറച്ചത്. അത് കഴിഞ്ഞ് ഞാൻ ഗിഫ്റ്റ്സൊക്കെ എടുത്തിട്ട് ഒരു റൂമിൽ കൊണ്ടുപോയിട്ട് പല സ്ഥലത്തായിട്ട് വെച്ച് അത് അപ്പോൾ ഇവരൊക്കെ കണ്ടുപിടിച്ച് ഓരോന്നായിട്ട് അൺബോക്സ് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ആണിത്. അപ്പം ഞാൻ കൂടുതലും പെർഫ്യൂംസാണ് വെച്ചത്. ഈ ഒരു വർഷം എല്ലാവർക്കും സുഗന്ധപൂരിതമാവട്ടെ എന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് രാത്രി ന്യൂ ഇയർ പരിപാടി കാണാൻ വേണ്ടി പോയി. തലശ്ശേരി കടൽപ്പാലത്തിൻ്റെ അടുത്തൊരു പരിപാടി നടക്കുന്നുണ്ടായിരുന്നു, അവിടേക്കാണ് പോയത്. ഇതുപോലെ പല സ്ഥലത്തായിട്ട് പരിപാടി നടക്കുന്നുണ്ടായിരുന്നു. പല സ്ഥലത്തും നമുക്ക് സൗണ്ട് കേൾക്കുക, അതുപോലെ തന്നെ കുറേ പൊട്ടാസും കേൾക്കുക. അപ്പോൾ ഇതെന്ന് വന്നിട്ട് തലശ്ശേരി കടൽപ്പാലത്തിൻ്റെ അടുത്തുള്ള ഒരു പരിപാടിയാണ്. ഇതല്ലാണ്ട് മാഹിയിൽ കുറേ സെലിബ്രിറ്റീസൊക്കെ വരുന്ന പരിപാടിയുണ്ട്. അവിടെ അടുക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ പയ്യാമ്പലം ബീച്ചിൻ്റെ അടുത്ത് വേറെ അടിപൊളി പരിപാടിയുണ്ട്. പക്ഷേ അവിടെ ഒന്നും നമുക്ക് ചിലപ്പോൾ കാറ് പാർക്ക് ചെയ്യാനും പറ്റില്ല. ഇതിന് നമ്മൾ വളരെ ദൂരമാണ് പാർക്ക് ചെയ്തത്. എന്നിട്ട് കുറേ നടന്നിട്ടാണ് ഇവിടെ വന്നത്. അപ്പം ജസ്റ്റ് എന്തായാലും ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. കുറേ വെൻഡേഴ്സ് ഉണ്ട്, ഫുഡിൻ്റെ ആയാലും കാര്യമൊക്കെ. നല്ല പാട്ട് പരിപാടിയായിരുന്നേ. പരിപാടി എന്താണെന്ന് വെച്ചാൽ ഗാനമേളയും കുറച്ച് DJ ഉണ്ടായിരുന്നു. 11 to 12 DJ ആയിരുന്നു. അപ്പം നമ്മളത് മൊത്തം കാണാൻ നിന്നില്ല. ഒരു 11:15 ആയപ്പോൾ നമ്മൾ ഇറങ്ങി. കാരണം ഈ 12 മണിക്ക് എല്ലാവരും കൂടി ഒരുമിച്ച് ഇറങ്ങുമ്പോൾ ഭയങ്കര തിരക്കായിരിക്കുമല്ലോ. അപ്പോൾ പിന്നെ മാത്രമല്ല നമ്മൾ നാട്ടിലെ പരിപാടിയും കൂടി കാണാമെന്ന് വിചാരിച്ചിട്ടാണ് ആ സമയത്തേക്ക് ഇറങ്ങിയത്. പക്ഷേ ഭയങ്കര തിരക്കാണ്. ഇവിടുന്ന് തിരക്കുന്ന പുറത്തേക്ക് വരാൻ തന്നെ കുറച്ച് ടൈം എടുക്കും. അങ്ങനെ കുറേ നടന്നിട്ട് വേണം നമുക്ക് നമ്മുടെ കാർ പാർക്കിങ്ങിൻ്റെ അടുത്ത് പോകാൻ തന്നെ. അങ്ങനെ നമ്മൾ നടന്ന് കാർ പാർക്കിങ്ങിൻ്റെ അടുത്ത് പോവുകയാണ്. പിന്നെ കാറ് കയറിയപ്പോൾ പിന്നെയും ബ്ലോക്കായിരുന്നു അവിടെ കുറച്ച് സമയം നമ്മൾ പോസ്റ്റ് അടിച്ചു നിന്ന്. പിന്നെ വീണ്ടും വണ്ടി വിട്ട് പല സ്ഥലത്തുനിന്നായിട്ട് നമുക്കിങ്ങനെ പൊട്ടാസ് പൊട്ടുന്നതെല്ലാം കാണാൻ പറ്റുന്നുണ്ട്. കത്തുന്നതും പൊട്ടുന്നതും എല്ലാം കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പം ഞാൻ സ്കൈ സൂം ചെയ്തെടുത്ത് നോക്കുമായിരുന്നു. ഈ എന്താ പറയുക, ഷോപ്സൊക്കെ നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ചില ഷോപ്സിൽ നിന്നെല്ലാം പൊട്ടാസ് അവിടെ നിന്ന് ഫ്രണ്ടിൽ നിന്ന് പൊട്ടിക്കുന്നുണ്ടായിരുന്നു. ഏതായാലും പോകുമ്പോൾ നാട്ടിലത്തെ പരിപാടിയിലൊന്ന് കയറാമെന്ന് വിചാരിച്ച് പോയതായിരുന്നു. പക്ഷേ നമ്മൾ ഈ ഒരു ബ്ലോക്കും കാര്യമെല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമ്മൾ പ്ലാൻ ചെയ്ത പോലെ പറ്റിയില്ല. അപ്പോഴത്തേക്ക് ഇവർ വൈൻഡപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു ക്യാമ്പ് ഫയർ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, എല്ലാവരും തിരിച്ചു വരുമായിരുന്നു. ഏതായാലും സാരമില്ല, വീട്ടിലെത്തി. പിന്നെ നമ്മൾ ഒരു കേക്ക് മുറിച്ചു. കേക്ക് നല്ല ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ അങ്ങനെ കേക്ക് മുറിച്ച് ഇതായിരുന്നു അവരുടെ കുട്ടി ന്യൂ ഇയർ സെലിബ്രേഷൻ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ.